ഉത്സവത്തിനിടെയുള്ള ഗാനമേളയിൽ വിപ്ലവഗാനം പാടിയതിനെ തുടർന്ന് വിവാദത്തിലായ കടക്കൽ ദേവീക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റിനെതിരെയുള്ളത് 19 ക്രിമിനൽ കേസുകൾ. പ്രസിഡന്റ് വികാസിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാനാവശ്യപ്പെട്ട് കോടതിയിൽ പരാതി. വികാസിന്റെ പേരിലുള്ള 19 കേസുകൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങളൊന്ന് വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടു നോക്കി. ആ രേഖ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കാപ്പ ചുമത്താൻ തക്കവണ്ണം കേസുകളുള്ള ആളെയാണ് CPIM ഉപദേശക സമിതി പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുന്നത്. ദിലീപ് ദേവസ്യ ചേരുന്നു നമുക്കൊപ്പം. ദിലീപ് ദേവസ്യ, ഗുഡ് ഈവനിംഗ്. പുഷ്പനെ അറിയാമോ എന്ന പാട്ടിനെ തുടർന്നാണ് ഈ ഉപദേശങ്ങൾ കൊടുത്തത് ആരാണ് എന്ന അന്വേഷണം ഇദ്ദേഹത്തിൽ എത്തി നിൽക്കുന്നത്. അദ്ദേഹം ആള് ചില്ലറക്കാരനല്ലല്ലോ. ഗുഡ് ഈവനിങ് സുജിയ. ഇതൊരു ചില്ലറക്കാരനല്ല. 2004 മുതൽ 2024 വരെ 19 ക്രിമിനൽ കേസുകളിൽ പ്രതി, അതായത് വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായ ആളാണ് കടക്കൽ ദേവീ ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റായിട്ട് ഉള്ളത്. ഇദ്ദേഹത്തിനെതിരെ നിരവധി SC/ST അട്രോസിറ്റി അടക്കമുള്ള കേസുകൾ ഉണ്ട്. കാപ്പ ചുമത്തി ജില്ലയ്ക്ക് പുറത്ത് കടത്തേണ്ട ഒരു വ്യക്തിയെ ആണ് ഇപ്പോൾ CPMൻ്റെ ഇണ്ടവിള CPM ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ് ഈ വികാസ് നിൽക്കുമ്പോൾ, പ്രസിഡൻ്റായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ വിപ്ലവ ഗാനമട ഈ പുഷ്പനെ അറിയാമോ എന്നുള്ള ഗാനങ്ങൾ പാടലും അതിൻ്റെ പിന്നാമ്പുറത്ത് ആ സമയത്ത് CPIMൻ്റെ കൊടിയടക്കം പ്രദർശിപ്പിക്കുകയും CPMൻ്റെയും DYFൻ്റെയും കൊടിയടക്കം പ്രദർശിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. കൂടാതെ ഇതിൽ മറ്റൊരു വിഷയം കൂടെ, ഇവരുടെ ഈ പരിധി, ഈ കാലാവധി പ്രസിഡൻ്റായി മാറേണ്ട സമയം കഴിഞ്ഞിട്ടും ഇദ്ദേഹം തന്നെ തുടരുന്നുണ്ട്. അതിനെതിരെ ഇപ്പോൾ ഈ വിഷ്ണു സുനിൽ പന്തളം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും നൽകിയിട്ടുണ്ട്. ഇത്രയും ക്രിമിനൽ കേസുള്ള ഒരു വ്യക്തിയെ ഈ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും അതോടൊപ്പം തന്നെ ഈ പാട്ട് പാടിച്ചതിലടക്കം ഇതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിഷ്ണു സുനിൽ പന്തളം ഇപ്പോൾ ദേവസ്വം ബോർഡിനും അതോടൊപ്പം തന്നെ പോലീസിനും അടക്കം പരാതി നൽകുകയും ചെയ്ത് കൂടുതൽ അന്വേഷണങ്ങളടക്കം വേണമെന്നും ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് ഈ പ്രതിക്കെതിരെ അറസ്റ്റോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളടക്കം ചോദിച്ചുകൊണ്ട് ഒരു പരാതി ഇപ്പോൾ വിഷ്ണു നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വികാസിനെതിരെ 19 കേസുകളാണ്, അറസ്റ്റൊന്നും ചെയ്യാതെ 19 കേസുകൾ നിലവിലുള്ള ഒരാൾ, കാപ്പ ചുമത്തേണ്ട ഒരാൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റായി വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വിപ്ലവ ഗാനങ്ങളടക്കം പാടുന്നു, അത് വിവാദമാകുന്നു, അത് കേസാകുന്നു, അതിൻ്റെ മേലെ അന്വേഷണങ്ങൾ വരുന്നു. എന്നിട്ടും പാർട്ടി ഇദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സുജയ. ഓക്കെ, ദിലീപ് ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റിനെതിരെയുള്ള കേസിന്റെ കണക്കാണ് വിവരാവകാശ നിയമപ്രകാരം ഇപ്പോൾ പുറത്തേക്ക് ഞങ്ങൾ വിട്ടിരിക്കുന്നത്.